പറ്റിയ മൗലവി ചോദ്യം, സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ കുറിച്ചാ ചോദ്യം. അത് ശിർക്കാണ് എന്ന് പറയാൻ പറ്റൂല, ശറഇല്ല, അത് ജായിസല്ല. നിങ്ങളുടെ KM മൗലവിയാണ് പറഞ്ഞത്, അത് ശിർക്കല്ല. ഇതാ ഒറിജിനൽ കോപ്പിയാണ്. അദ്വാഉ വൽ ഇബാദ. നിങ്ങൾ ഗുരുവര്യനോട് ചോദിച്ചു നോക്കൂ, പ്രായാധിക്യമുള്ള ആളല്ലേ, ഇങ്ങനെ ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്കത് പരിചയമുണ്ടാവില്ല. ഇത് ആരാണ് പ്രസിദ്ധീകരിച്ചത്? ജംഇയ്യത്തുൽ ഉലമാ ബി കേരള, തിരൂരങ്ങാടി. നോക്കൂ, നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചതാണ്. എന്താ ചോദ്യം? യാ ശൈഖ് യാ സുൽത്താൻ അൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അഗിസ്നി എന്ന് വിളിച്ചാൽ ശിർക്കാകുമോ എന്നാ ചോദ്യം. ആവുകയില്ല എന്നാ മറുപടി. സഹോദര, അത് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. അത് നടത്തുന്ന ആളുകളുടെ വിശ്വാസം അത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയാണ് എന്ന ചിന്തയോടെ, അള്ളാഹുവിനെ പോലുള്ള ഗുണവിശേഷങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ആ രൂപത്തിൽ വിളിച്ചാൽ അത് ശിർക്കല്ല എന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ അവരുടെ പണ്ഡിത സംഘടന ജംഇയ്യത്തുൽ ഉലമ, കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ച അദ്വാഉ വൽ ഇബാദ എന്ന ഈ പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കത് മറച്ചു വെക്കാൻ കഴിയില്ല. നിങ്ങളത് കണ്ടിട്ടില്ല മൗലവി. നിങ്ങൾ KM മൗലവി പറയുന്നതെങ്കിലും ഒന്ന് വായിച്ചു നോക്കരുതായിരുന്നോ? അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ ചോദ്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. മറുപടിയാകെ മൗലവിയാകെ ബേജാറായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ മറുപടിയിൽ മൗലവി ശ്രദ്ധിക്കണം, അത് നിങ്ങൾ തളർന്നിരിക്കുന്നു, ഞങ്ങൾക്കറിയാം. മറുപടി ഇല്ലാതെയാകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ബേജാറ് വരും. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇസ്തിഗാസ ശിർക്കാണ് എന്നതിന് നിങ്ങൾ ഓതിയ റാസിയുടെ വായിച്ചൊരു ഇബാറത്തുണ്ട്, അജ്മഅ കുല്ലുൽ അംബിയായി അലാ അന്ന ഇബാദത ഗൈരില്ലാഹി ശിർക്കുൻ. ആർക്കാ മൗലവി അതിൽ തർക്കമുള്ളത്? അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കുന്നത് അജ്മഅ കുല്ലുൽ അംബിയായി, മുഴുവൻ പ്രവാചകന്മാരും ഇജ്മാആയിരിക്കുന്നു. അലാ അന്ന ഇബാദത ഗൈരില്ലാഹി കുഫ്റുൻ, അല്ലാഹു അല്ലാത്ത ആ ആളുകൾക്ക് ഇബാദത്ത് എടുക്കൽ ശിർക്കാണ്. മൗലവി ഇബാദത്തിനെ കുറിച്ചാ പറയുന്നത്. ഇബാദത്ത് എന്താ? നിങ്ങളുടെ വിചിന്തനം പറഞ്ഞു ദിവ്യത്വം കൽപ്പിക്കുക എന്ന. ദിവ്യത്വത്തിന്റെ മലയാളം നിങ്ങൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ദിവ്യത്വം എന്ന് പറഞ്ഞാൽ മരിച്ചോര് കേൾക്കുന്നു വിശ്വസിക്കലാണ്. അത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അവിടെ തന്നെ ബിസ്മില്ലി വെച്ചേക്കൂ. ഈ സമുദായത്തിന് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ സ്വന്തം വക എടുത്തത് അവിടെ തന്നെ വെച്ച് അതിന്റെ മേൽ ഇരിക്കുക എന്നല്ലാതെ പ്രാമാണികമായി തെളിയിക്കണം. മലയാള വാക്കാണ് ദിവ്യത്വം. മലയാളത്തിൽ അതിന് നിങ്ങൾ തെളിവ് നിരത്തണം. നിങ്ങൾ കഥയറിയാതെ ആടരുത്. നിങ്ങളുടെ വയസ്സരായ വൃദ്ധരായ മൗലവിയും ബാക്കിൽ നിന്നുള്ള ആളുകളുമൊക്കെ എഴുതി തരുന്നത് മാത്രം വായിച്ചാ പോരെ സഹോദര. ഇതൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ വായിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥന എന്നത് ആരാധനയാവുന്ന പ്രാർത്ഥന ഏതാണ്, ആരാധനയല്ലാത്തത് ഏതാണ്, ഇതുവരെയും നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ഇബാദത്താകുന്നത് എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞു അത് വിനയം പ്രകടിപ്പിക്കുമ്പോഴാണ് എന്ന്. വിനയം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഇബാദത്താവുകയില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു എന്താണ്? ഭക്ത്യാദരവോടെ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ്. അതിന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞു. ഇതുവരെ തെളിയിച്ചിട്ടില്ല. മക്കാ മുശ്രിക്കുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പഠിപ്പിച്ച അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പകുതി സമ്മതിച്ചു. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ മക്കാ മുശ്രിക്കുകളെ പോലെ എങ്ങനെയാണ് സുന്നികൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, മുഹമ്മദ് നബി പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സുന്നികൾ എങ്ങനെയാണ് മക്കാ മുശ്രിക്കുകളെ പോലെ ആവുക? നിങ്ങൾ മറുപടി പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തി അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഒരൊറ്റ ആയത്ത് ഓതാൻ പറഞ്ഞിട്ട് ഒരൊറ്റൊന്നും ബോധിയില്ല. ഈസാ നബിയെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിളിയെ കുറിച്ചാണ് വിളിക്കുന്ന ആ ആയത്താണ് നിങ്ങൾ ഓതിയത്. ഈസയെ കുറിച്ച്, ഉസൈറിനെ കുറിച്ച്, ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസക്കാരുടെ വിളിയാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ ചോദ്യം അതല്ല. അടിമയും റസൂലുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദ് നബിയോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ് എന്നതിന് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ? ഞങ്ങൾ പല ആവർത്തിച്ചു ചോദിച്ചു. കഴിയില്ല. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ അവസരത്തിലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഗുരുവും ശിഷ്യനും കൂടി സംയുക്തമായി കൂടിയാലും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ കൊമ്പന്മാർ എന്ന പേരിലുള്ള നിങ്ങൾ ഇവിടെ വന്നാൽ തന്നെയും നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
മുസ്ലിയാരെ ഒച്ച ഇട്ടിട്ടൊന്നും കാര്യമല്ല. മുഖാമുഖത്തിലൂടെ നിങ്ങൾ 10 കൊല്ലത്തോളമായി മുഖാമുഖം എന്ന പ്രവർത്തനം നടത്തി കേരളത്തിൽ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് കൈയോടെ പിടികൂടി. ഉച്ചക്ക് മുമ്പ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗൂഢാലോചന നടത്തി നിങ്ങൾ ഒച്ചയിട്ട് ജയിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷെ ഒച്ചയിട്ടത് കൊണ്ട് ജയിക്കുകയില്ല. മുങ്ങിച്ചാവാൻ പോകുന്നവൻ പുൽക്കൊടി കണ്ടാലും പിടിക്കും. അതാണ് വിചിന്തനത്തുമ്മ കയറി പിടിച്ചു നോക്കി, രക്ഷയില്ല. അൽമനാറുമ്മ കയറി പിടിച്ചു നോക്കി, രക്ഷയില്ല. KM മൗലവിയെ പിടിച്ചു നോക്കി, രക്ഷയില്ല. മുങ്ങിച്ചാകുന്നവൻ ചാവുക തന്നെ ചെയ്യും. പിടിക്കുന്ന പുൽക്കൊടികൾ കൊണ്ട് അവന് രക്ഷ കിട്ടുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എന്താണ് KM മൗലവിന്റെ ബുക്കൊന്ന് വായിച്ചു പഠിച്ചുകൂടെ? അലവി സഖാബി ഒന്ന് വായിച്ചു പഠിക്കണം എന്നാണ്. നല്ല നിയ്യത്തോടു കൂടി ഒന്ന് വായിച്ചു പഠിച്ചാൽ ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കുന്ന ഈ ഹറാമിയത്തിന്റെ ജീവിത രീതി ഒന്ന് തിരുത്താൻ നന്നായിരിക്കും. നല്ല നിയ്യത്തോടു കൂടി നല്ല ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അജ്മഅ കുല്ലുൽ അംബിയായി അലാ അന്ന ഇബാദത്തുല്ലാഹി ഇബാദത്തു ഗൈരില്ലാഹി കുഫ്റുൻ എന്നതിൽ ആർക്കാണ് തർക്കം? നിങ്ങൾക്കുണ്ട് തർക്കം. ഇലാഹാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കുഫറാവുകയില്ല, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ കുഫറാകൂ എന്ന് നിങ്ങൾക്ക് തർക്കമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അംഗീകരിക്കുന്ന റാജിയെ ഞാൻ ഉദ്ധരിച്ചത്. ഇപ്പോൾ തർക്കമില്ലെന്ന് ഞഞ്ഞാവിഞ്ഞ പറയുകയോ? തർക്കമുണ്ട് നിങ്ങൾക്ക്. എന്തുകൊണ്ട് റാജിയുടെ ഇബാറത്ത് മുഴുവൻ വായിച്ചില്ല? മലയാള ഭാഷ പഠിക്കണമെന്ന് ആര്യഭാഷ ഹറാമാണെന്ന് പറഞ്ഞ നിങ്ങൾ പൂർവികന്മാരോടും അതിന്റെ പിൻഗാമികളല്ലേ നിങ്ങളാണ് പഠിക്കേണ്ടത്. ദിവ്യത്വം നടിക്കുക എന്നതിന് വലിയ കിതാബ് കൊണ്ടുവന്നു. എന്നിട്ട് എന്താ വായിച്ചത്? ദൈവികത. ദിവ്യത്വം എന്നുള്ളതിന് ദൈവികത എന്നാണ്. ഇവരൊക്കെ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്തായിരിക്കും? LP സ്കൂളിൽ ഡിക്ഷണറിയാണ് പഠിപ്പിക്കല്. എന്താ മുസ്ലിയാര് ഡിക്ഷണറി കൊണ്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കും. ഖുർആൻ കൊണ്ട് തെളിയിക്കണം. 1-ാം പ്രമാണം ഖുർആൻ, 2-ാം പ്രമാണം ഹദീസ്. അതിലില്ലെങ്കിൽ ഇജ്മാഉം ഖിയാസും. എന്നിട്ട് മലയാള ഡിക്ഷണറിയും അല്ലെ ശ്രീകണ്ഠേശ്വരത്തിന്റെ അതൊക്കെ തന്നെ നിങ്ങൾക്ക് മുങ്ങിച്ചാവാൻ പോവുക. പക്ഷെ ഇത് നിങ്ങൾ രക്ഷപ്പെടും. ഇത് നിങ്ങൾ മുങ്ങിച്ചാവുകയും ചെയ്യും. നിങ്ങൾ പിടിക്കുന്ന ഓരോ പുൽക്കടിയും നിങ്ങൾക്ക് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്ക, ആരാധനയാവുന്ന പ്രാർത്ഥന ഏതാണ്? ആരാധനയാവാത്ത പ്രാർത്ഥന ഞാൻ ചോദിച്ചല്ലോ. എന്നെ സുലൈമാൻ സഖാഫി മിണ്ടിയില്ല. ഞാൻ പലവട്ടം ചോദിച്ചു, വിഷയാവതരണത്തിനും ചോദിച്ചു. ഇബാദത്താകുന്ന ദുആ, കക്കൂസ് പോകുമ്പോഴുള്ള ദുആ, പള്ളി പോകുമ്പോഴുള്ള ദുആ, അത് അള്ളാഹിനോടന്നെ പാടുള്ളൂ. എന്നാൽ ഇബാദത്താകാത്ത ദുആ ഏത്? മിണ്ടിയോ? ഇബാദത്താകാത്ത ദുആ ഏത്? അള്ളാഹുവിന്റെ റസൂൽ ഇബാദത്താകാത്ത ദുആ പഠിപ്പിച്ചോ? മറ്റമ്പിയാക്കൾ പഠിപ്പിച്ചോ? അവിടെ കിടന്ന് ഉരുള ചെയ്തത്. ഇനി ഉരുളൽ നടക്കൂല. നിങ്ങൾ മുങ്ങിച്ചാവാൻ പോവാണ്. നിങ്ങൾ പിടിക്കുന്ന പുൽക്കൊടി ഓരോന്നും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപകടമായിക്കൊണ്ടിരിക്കുകയാണ്. അലവി സഖാബി ഒച്ചടാൻ തീരുമാനിച്ചു വന്നിരിക്കുക. ഒച്ചട്ടിട്ടും മുസ്ലിയാക്കന്മാരൊന്നായിട്ട് എണീറ്റുന്നത് ഹോ എന്ന് പറഞ്ഞതുകൊണ്ടും സംഗതി വിജയിക്കുകയില്ല. സത്യമാണ് പറയേണ്ടത്. സത്യം പറയണം. ഹലാലത്തുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ സംഗതി ശരിക്കും നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ ഓതിയ ആയത്തുകളൊന്നും കൂടി ഓതുകയാണ്. ഇൻതദഉഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ ആരോട് പ്രാർത്ഥിച്ചാലും അവർ വിളി കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. കേൾക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർ നിഷേധിക്കും. അത് ഈസാ നബി നിഷേധിക്കും, ഉസൈർ നബി നിഷേധിക്കും, വയ്യദ്ദീൻ ശൈഖ് നിഷേധിക്കും, ബദരീങ്ങൾ നിഷേധിക്കും, മമ്പറത്ത് തങ്ങൾ നിഷേധിക്കും. ഞങ്ങളെ പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറയാനെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്തിന്റെ ഭാഗമാകുന്ന ദുആ തന്നെയാണ് ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശിർക്കാണ് ചെയ്യുന്നത്. നിങ്ങൾ കേരളത്തിൽ ഈ മുഖാമുഖ പ്രഹസനങ്ങളിലൂടെ മുഴുവനും ഈ ശിർക്ക് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ എത്ര മലയാള പുസ്തകത്തിൽ അവിടെയും ഇവിടെയും വായിച്ചിട്ട് കാര്യമില്ല. KM മൗലവിയുടെ ഫളായില് പറഞ്ഞ് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. എന്തുമൊക്കെയാ മൂപ്പര് പിടിച്ചു നോക്കണത് എന്നറിയോ? അവസാനത്തെ കത്തല നടക്കുകയില്ല. തെളിവ് നിങ്ങളുടെ കയ്യിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവ് ശിർക്കിന് തെളിവ് ഖുർആനിൽ ഉണ്ടാവില്ല, ഹദീസിലുണ്ടാവില്ല. തൗഹീദ് സ്ഥാപിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ വന്നത്. ശിർക്ക് ചെയ്യുന്ന മക്കാ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിനാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഖുർആനിൽ അല്ലെങ്കിൽ റസൂലിന്റെ ഹദീസിൽ അതിന് നേരെ വിരുദ്ധമായ ശിർക്കിന് തെളിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം ഖുർആനും ഹദീസൊക്കെ വിട്ടിട്ട് KM മൗലവിന്റെ ബുക്ക് വിചിന്തനം അതൊന്നും പിടിച്ചിട്ട് നിങ്ങൾക്ക് തൽക്കാലം നിലനിൽക്കാൻ കഴിയൂല. കാല് വഴുതും, നിങ്ങൾക്ക് ഇടറും, നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ശിർക്ക് സ്ഥാപിക്കാനാണ് നിങ്ങൾ വന്നുള്ളത്. അതിങ്ങനെ ഓർക്കണം. തൗഹീദ് സ്ഥാപിക്കാനല്ല. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായ പൊറുക്കുകയില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചാൽ നരകം ഉറപ്പാണെന്ന് അല്ലാഹുവും റസൂലും പറഞ്ഞിട്ടുള്ള ശിർക്ക്